നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് രാഹുദോഷം, മംഗല്യദോഷം, സർപ്പദോഷം എന്നിവ മാറാൻ എന്താണ് ചെയ്യാന്ന്. നമുക്കൊന്ന് നോക്കിയാലോ. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ചയെയാണ് മംഗളവാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച തോറും രാഹുകാലത്ത് അനുഷ്ഠിക്കേണ്ട പൂജയാണ് മംഗളവാര പൂജ. പൊതുവെ ചൊവ്വാഴ്ചകളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ പതിവ്. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കായി രാഹുകാലവും ഒഴിവാക്കുന്നു. എന്നാൽ ചൊവ്വാഴ്ച മംഗളകരമായ ദിവസമാണെന്നുള്ളതാണ് വാസ്തവം. അന്നേ ദിവസം ദേവി ആരാധന നടത്തിയാൽ സർവ്വ മംഗളങ്ങളും സിദ്ധിക്കും. അതുപോലെ രാഹുകാലവും ദേവി ആരാധനയ്ക്ക് ഉത്തമമാണ്. രാഹുകാലത്ത് ദേവിയെ ആരാധിച്ചാൽ സർവഗ്രഹദോഷങ്ങളും അകലുന്നു. ചൊവ്വാഴ്ചകളിലും രാഹുകാലത്തും ശുഭകാര്യങ്ങളൊന്നും പാടില്ലെന്ന സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സമയമാണ് ദൈവ ആരാധനയ്ക്ക് ഉചിതവും. ചൊവ്വാഴ്ചകളിലെ രാഹുകാലത്തിൽ ദുർഗാ ആരാധനയുടെ മഹത്വം ഏറെയാണ്. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 4:30 വരെയാണ് ചൊവ്വാഴ്ചകളിലെ രാഹുകാലം. ഈ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠം. രാഹുദോഷം, മംഗല്യദോഷം, സർപ്പദോഷം എന്നിവ അനുഭവിക്കുന്നവർക്കും മറ്റ് അമംഗളങ്ങൾ നേരിടുന്ന എല്ലാവർക്കും മംഗളവാരവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്ന് കേട്ടാലോ. പാർവതി പരമേശ്വരൻ വിവാഹത്തിനായി ദേവന്മാരും മഹർഷിമാരും ഗന്ധർവന്മാരും യക്ഷകിങ്കരന്മാരും എല്ലാം ഒത്തുചേർന്നപ്പോൾ അവിടം താഴ്ന്നുപോയി. ഭൂമിയെ സമനിലപ്പെടുത്തുവാനായിട്ട് പരമശിവൻ അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ ദേവീദേവന്മാരുടെ നയനമനോഹരമായ വിവാഹ ചടങ്ങുകൾ തനിക്ക് കാണാനാവില്ലല്ലോ എന്ന ദുഃഖം അഗസ്ത്യമുനിയുടെ മുഖത്ത് നിഴലിച്ചു. ഇത് കണ്ട പരമശിവൻ തെക്ക് ദിശയിൽ അഗസ്ത്യമുനി എവിടെ തങ്ങുന്നുവോ അവിടെ വിവാഹക്കോലത്തിന്റെ ദൃശ്യം നൽകാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് പരമേശ്വരന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അഗസ്ത്യമുനി തെക്കോട്ട് യാത്ര തുടർന്നു. രൂപത്തിൽ കുറുമുനിയെങ്കിലും തപസ്സിദ്ധി ഏറെയുള്ള ആളായതുകൊണ്ട് ശിവൻ അഗസ്ത്യമുനിയെ തന്നെ ഭൂമിയെ സമനിലപ്പെടുത്താനുള്ള ദൗത്യം ഏൽപ്പിച്ചത്. തെക്കോട്ട് യാത്ര തുടരവേ അഗസ്ത്യമുനിക്ക് ഒരു മാർഗ തടസ്സമുണ്ടായി. വിന്ധ്യൻ എന്ന പർവ്വത രാജാവ് വിണ്ണോളം വളർന്ന് അദ്ദേഹത്തെ മറഞ്ഞു നിന്നു. തനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്ന വിന്ധ്യനെ കുറുമുനി രൂക്ഷമായെന്ന് നോക്കി. തപസിദ്ധി കൊണ്ട് വിന്ധ്യനെ നശിപ്പിക്കാനാവുമെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല. അഹങ്കാരിയെ ദൈവാനുഗ്രഹത്തോടെ അടക്കണമെന്നായിരുന്നു അഗസ്ത്യന്റെ സിദ്ധാന്തം. അദ്ദേഹം താൻ അപ്പോൾ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ പരാശക്തിയെ ദുർഗാരൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി. തന്നെ തടഞ്ഞു നിൽക്കുന്ന വിന്ധ്യനേക്കാൾ ഉയരത്തിൽ ദുർഗയുടെ അനുഗ്രഹത്താൽ കുറുമുനി വളർന്നു. വിന്ധ്യന്റെ ശിരസിൽ കരം വെച്ചു. അതോടെ വിന്ധ്യൻ തന്റെ തലക്കനം ഉപേക്ഷിച്ച് അഗസ്ത്യമുനിയുടെ പാദത്തിൽ സാഷ്ടാംഗം വീണ് മാപ്പിരന്നു. മനസ്സലിഞ്ഞ അഗസ്ത്യൻ ദുർഗയുടെ അനുഗ്രഹത്താൽ വിന്ധ്യനെ പൂർവ്വരൂപത്തിലാക്കി യാത്ര തുടർന്നു. പരാശക്തിയെ ദുർഗയായി പ്രതിഷ്ഠിച്ച് ആരാധിച്ചത് രാഹുകാലത്തായിരുന്നു. ദുർഗ എന്ന പേരിന്റെ പൊരുൾ ദുരിതങ്ങൾ അകറ്റുന്നവൾ എന്നാണ്. ചൊവ്വാഴ്ച ദേവിക്ക് മംഗളചണ്ഡിക എന്നും പേരുണ്ട്. ചൊവ്വാഗ്രഹമായി ആരാധിക്കപ്പെടുന്ന അങ്കാരകന് മംഗളൻ എന്നും പേരുണ്ട്. അങ്കാരകൻ ദുർഗയെ പൂജിച്ച് അനുഗ്രഹം നേടിയതിനോടൊപ്പം ദേവിയെ ആരാധിക്കുന്നവർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുമെന്ന് വരവും നേടിയിട്ടുണ്ട്. അങ്കാരകൻ ദുർഗയെ പൂജിച്ച് അനുഗ്രഹം നേടിയതിനോടൊപ്പം ദേവിയെ ആരാധിക്കുന്നവർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യണമെന്ന് വരവും നേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിച്ച് രാഹുകാലത്ത് ദുർഗാപൂജ നടത്തിയാൽ ലഭിക്കുന്ന ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നുള്ളതാണ്. മനം പോലെ മംഗല്യം ലഭിക്കാൻ മംഗളവാര വ്രതം അനുഷ്ഠിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം. ദേശകാലമനുസരിച്ച് ചില മാറ്റങ്ങൾ വ്രതാനുഷ്ഠാനത്തിലുണ്ട്. ചൊവ്വാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വീട്ടിലുള്ള ദേവീ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തി വെക്കുക. വിളക്കിന്റെ തിരിക്കിഴക്കോട്ട് അഭിമുഖമായിരിക്കണം. ചെമ്പകം, ചെമ്പരത്തി, അരളി, പിച്ചി, താമര എന്നീ പൂക്കളെല്ലാം ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. അവനവന്റെ കഴിവിനനുസരിച്ച് പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിക്കണം. പതിവ് പോലെ നിത്യകർമ്മങ്ങളിൽ വ്യാപൃതരാവാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്
3 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. പൂജയ്ക്കായി ചെറുനാരങ്ങകൾ മുന്നേ കരുതിയിരിക്കണം. യഥാശക്തി 3, 5, 7, 9 എന്നീ ക്രമത്തിൽ ചെറുനാരങ്ങ മൂടിയിൽ വിളക്ക് തെളിയിക്കേണ്ടതിനാൽ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിവെക്കുക. പഞ്ഞിത്തിരി, എണ്ണ, പശുനെയ്യ് എന്നിവയിൽ ഏതെങ്കിലും തയ്യാറാക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നാരങ്ങ വിളക്ക് മംഗളവാര വ്രതത്തിനാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ഇത് വീട്ടിൽ തെളിയിക്കേണ്ടത്. അല്ലാതെ നിത്യവും ദേവിക്ക് നാരങ്ങ വിളക്ക് വീട്ടിൽ തെളിയിക്കുന്ന സമ്പ്രദായം തെറ്റാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ മംഗളവാര പൂജയ്ക്ക് ഇത് ഉപയോഗിക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ ക്ഷേത്രത്തിലാണ് നാരങ്ങ വിളക്ക് തെളിയിക്കേണ്ടത്. രാഹുകാലം തുടങ്ങിയ ഉടനെ ചെറുനാരങ്ങ 2ആയി മുറിച്ച് നീര് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞു മാറ്റുക. ഈ നീര് കുടിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യാം. ചെറുനാരങ്ങയുടെ പുറം തോട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മറിച്ച് അതിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് ദീപമായി തെളിയിച്ച് ദുർഗയ്ക്ക് മുന്നിൽ വെച്ച് വണങ്ങുക. അവിൽ, തേൻ, പാൽ, ശർക്കര പായസം ഇവയിൽ ഏതെങ്കിലും നിവേദിക്കുകയും വേണം. അവരവരുടെ പൂജാമുറിയിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. മംഗളവാര രാഹുകാല ദുർഗാ പൂജ ക്ഷേത്രത്തിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആത്മീയ തരംഗങ്ങളാൽ ഫലം പെട്ടെന്ന് ലഭിക്കുമെന്നാണ് വിശ്വാസം. രാഹുകാല പൂജ അവസാനിക്കുന്നതുവരെ ഉപവാസം നിർബന്ധമാണ്. അതായത് സൂര്യോദയം മുതൽ വൈകിട്ട് രാഹുകാലം കഴിയുന്ന 4:30 മണി വരെ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കണമെന്നാണ് വിധി. 11 ചൊവ്വാഴ്ച തുടർച്ചയായി ദുർഗയെ ഭജിച്ച് പൂജിച്ചാൽ ദുരിതങ്ങൾ അകലുമെന്നും മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. ഇങ്ങനെ 11 ചൊവ്വാഴ്ച എന്നുള്ളത് മാസത്തിൽ 1 എന്ന പ്രകാരത്തിലും ചെയ്യാം. വ്രതം ആചരിക്കുമ്പോൾ 4, 5 മാസം കഴിഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ 1 മാസം മുടങ്ങിപ്പോയാൽ ആദ്യം മുതൽ വീണ്ടും നടത്തേണ്ട കാര്യമില്ല. ഒരു തവണ മുടങ്ങിപ്പോയാൽ അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പോയി 48 ചെറുനാരങ്ങ കൊണ്ട് മാല ചാർത്തി പരിഹാരം ചെയ്യാം. പിന്നീട് അടുത്ത മാസം വീണ്ടും പൂജ തുടരാം. എന്നാൽ തുടർച്ചയായി 2 വട്ടം ഈ പൂജ മുടങ്ങിപ്പോയാൽ വീണ്ടും ആദ്യം മുതൽ വ്രതം ആരംഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആഗ്രഹിച്ച ഫലം ലഭിക്കുകയുള്ളൂ. നന്ദി.